ഹലോ, ഇന്ന് നമുക്കിത് ഒരു അടിപൊളി ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മിക്കവരും വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നവരാണല്ലേ. അപ്പോൾ തുണി ഒന്നാകെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കൈക്ക് വേദന. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ്. ആദ്യം നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള സോപ്പ് പൊടി ഇട്ടിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3-4 പ്ലാസ്റ്റിക് കവറുകൾ, സാധാരണ പ്ലാസ്റ്റിക് കവറുകൾ, നല്ല വൃത്തിയുള്ള കവറുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് അത് എനിക്ക് പ്രയോജനപ്പെട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കമൻറ്റുകൾ ഇടുമ്പോഴേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം കമൻറ്റുകൾ ഇടുക കേട്ടോ. ഓക്കെ, അപ്പം 3-4 പ്ലാസ്റ്റിക് കവറുകളാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അലക്കി തീരുന്ന വരെ ത്രൂട്ട് നമ്മൾ അലക്കി തീർന്ന് തുണി എടുക്കുന്നവിടം വരെ ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇതിനകത്തുനിന്ന് എടുക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ അലക്കി എടുക്കുന്ന പോലെ എത്ര ടൈമാണ് നമ്മൾ അലക്കാൻ എടുക്കുന്നത് ആ സമയത്ത് ഇത് അലക്കി വരും. സെമി ഓട്ടോമാറ്റിക് മെഷീൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഇതുപോലെ ത്രൂ ആയിട്ട് നമ്മൾ അലക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലേ തുണി ഇങ്ങനെ അതിനകത്തുനിന്ന് വലിച്ചെടുക്കുക, കെട്ടുപിണഞ്ഞ് ഒന്നാകെ കിടക്കുന്നു, കൈക്ക് വേദന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് തുണിയെല്ലാം നന്നായിട്ട് ഞാൻ അലക്കിയെല്ലാം വന്നിട്ടുണ്ട്, അലക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് ഞാൻ തുണി സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് മാറ്റിയിട്ടൊന്നും എടുത്തതല്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ തുണി ഓരോന്നായിട്ട് നമുക്കിനി, ഞാൻ മഴയുള്ള സമയങ്ങളിൽ മാത്രമാണ് കേട്ടോ മെഷീനകത്ത് തുണി ഉണക്കി എടുക്കാറ്. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഇങ്ങനെ തന്നെ, അതായത് നമ്മൾ വേസ്റ്റ് വെള്ളം തുറന്ന് കളയാതെ വെള്ളത്തിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കെട്ടുകൾ പിണയുന്നത് ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ പ്ലാസ്റ്റിക് കവറും കൂടി ഇടുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം വെയിലുള്ള സമയമാണെങ്കിൽ ഇതുപോലെ വെള്ളം തുറന്ന് വിടാം, വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് പിഴിഞ്ഞിട്ട് വെയിലത്തിടുകയാണ് ചെയ്യുക. ഇനി മഴയുള്ള സമയമാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെഷീനകത്ത് ഉണക്കാനിടുമ്പോൾ കിടകിടകിടാന്നൊരു സൗണ്ട് കേൾക്കത്തില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് ഇടാതെ വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് നനവോട് കൂടി, വെള്ളത്തോട് കൂടിയുള്ള തുണി ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഉണക്കുന്ന ട്രെയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കുകയാണെങ്കിൽ ആ കടുകടകിടാന്നുള്ള സൗണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇടുന്ന കൂടെ ആ തുണി ഒരുമാതിരി ഒത്തിരി ഇങ്ങനെ അമുക്കി വെച്ചിട്ടും കൂടെ നമ്മൾ ഉണക്കാതിരിക്കുക. അതായത് ഒരുപാട് തുണി തിക്കി നിറച്ചും കൂടെ ഉണക്കാതിരിക്കുക. അപ്പം നമുക്കിത് നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറും 3-4 പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ പറ്റും.